പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലും ആവശ്യം. പിണറായിക്ക് മാത്രം എന്തിനിളവുകളെന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവാക്കിയപ്പോഴും ഇളവുകൾ നൽകിയെന്നും വിമർശനം. ജി സുധാകരനെ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. പുറത്തു പോകുന്നതിന് മുൻപേ പുറത്താക്കണമായിരുന്നുവെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമായിരുന്നു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയായെന്നും വിമർശനം. TM തോമസ് ഐസക്കും സജി ചെറിയാനും പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് വിമർശനമുയർന്നത്. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, ഗുഡ് ഈവനിംഗ് മനീഷ്. കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ, എറണാകുളം അടക്കം ജില്ലാ സെക്രട്ടേറിയറ്റുകളിലെല്ലാം രൂക്ഷ വിമർശനമാണ്. നമ്മൾ ഇന്ന് പുറത്തുവിട്ട വിവരമനുസരിച്ച് പോളിറ്റ് ബ്യൂറോയിൽ പോലും 7ഓളം അംഗങ്ങൾ എതിർത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നിട്ടും എന്തുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് വീണ്ടും പ്രതിപക്ഷ നേതാവാൻ വേണ്ടി ഇളവ് കൊടുത്തു എന്നതാണ് ചോദ്യം. സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണോ ഉയർന്നത് പിണറായി വിജയനും ഒപ്പം MV ഗോവിന്ദനുമെതിരെ? അരുൺകുമാർ, ഇവിടെ കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനും പങ്കെടുത്ത യോഗത്തിലാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് രൂക്ഷമായ വിമർശനം MV ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയും ഉയർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ പ്രായപരിധിയുടെ കാര്യത്തിൽ ഇളവുകൾ ഒക്കെ തന്നെ പിണറായി വിജയന് മാത്രം ബാധകമാകുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അത് തന്നെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ കൂടി വലിയ ജാഗ്രത പാലിച്ചില്ല. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രതികരണങ്ങളിൽ കൃത്യമായ മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും വെള്ളാപ്പള്ളി ഉന്നയിച്ച പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരം പരാമർശങ്ങളിൽ അത് മൊത്തം ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുന്നു അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കി. അങ്ങനെയുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി പറയാത്തതുകൊണ്ട് മറ്റു നേതാക്കൾക്ക് പറയാൻ സാധിച്ചില്ല. ഒപ്പം തന്നെ MV ഗോവിന്ദൻ ശൈലി മാറ്റുന്നില്ല. മറ്റ് ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, വിമർശനങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി വിമർശനം മനസ്സിലാക്കുന്നില്ല. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K രാഘവനാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ഗോവിന്ദൻ ശൈലി മാറ്റാത്തത്, ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി തന്നെ പിരിച്ചുവിടേണ്ട സമയമായി എന്ന വിമർശനം ഉന്നയിച്ചത്. ഈ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നേതൃനിരയിൽ നിൽക്കുന്ന സംസ്ഥാന സെക്രട്ടറി മാറണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒപ്പം തന്നെ ജി സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനു മുൻപേ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. ജി സുധാകരൻ പാർട്ടിക്ക് മുകളിൽ ഒരു ബിംബമായി മാറി തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങളാണ് ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. നാളെയും മറ്റന്നാളുമാണ് ജില്ലാ കമ്മിറ്റികളുള്ളത്. അടുത്ത മാസം ആദ്യം റിവ്യൂ മീറ്റിംഗ്, തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ മീറ്റിംഗും ഉണ്ടാകും. അരുൺകുമാർ, താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. എന്തുകൊണ്ട് വീണ്ടും പിണറായി വിജയന് ഇളവ് കൊടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം.